Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് അനലിറ്റിക്സ് ആണ്, പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെയാണ് പ്രെഡിക്റ്റീവ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നത് വാട്ട് ഈസ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. അപ്പോൾ എന്താണെന്നുള്ളത് ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അഡ്വാൻസ്ഡ് അനലിറ്റിക്സ് ദാറ്റ് മേക്സ് പ്രെഡിക്ഷൻസ് അബൌട്ട് ഫ്യൂച്ചർ ഔട്ട്കംസ് യൂസിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ combined with the statistical modeling, data mining techniques, and machine learning. Companies employ predictive analytics to find patterns in this data to identify risks and opportunities. ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. പ്രെഡിക്റ്റീവ് അനലിറ്റിക്സിൽ നമ്മൾ പറഞ്ഞു പ്രഡിക്ഷൻ ആണ് നടത്തുന്നത്. ഫ്യൂച്ചർ എങ്ങനെ ആവുമെന്ന് നമ്മൾ പ്രവചിക്കുക. ഏതിൻ്റെ ബേസിൽ? ഓൺ ഡിപ്പെൻഡിങ് ദ പാസ്റ്റ് ഡാറ്റ. അതായത് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പാസ്റ്റ് ഡാറ്റ കിട്ടും. ആ ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അൽഗോരിതം യൂസ് ചെയ്യും, മെഷീൻ ലേണിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യും, ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ കമ്പൈൻ ചെയ്തുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ്, ഡാറ്റ മൈനിങ്ങും അങ്ങനെ മെഷീൻ ലേണിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രെഡിക്ഷൻ നടത്തുന്നത്. അപ്പോൾ മോർ കമ്പനീസ് എംപ്ലോയ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. എന്തിനാണ്? ടു ഫൈൻഡ് ദ പാറ്റേൺ ഇൻ ദിസ് ഡാറ്റ ടു ഐഡൻറ്റിഫൈ റിസ്ക്. ഈ ഒരു പാറ്റേൺ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ എന്തൊക്കെ റിസ്ക് നമുക്ക് ഭാവിയിൽ വരാൻ സാധ്യത ഉണ്ട്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അനലിറ്റിക്സിനെയാണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട അടുത്ത പോയിന്റ് ആണ് കീ ടെക്നിക്സ് ഇൻ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? റിഗ്രഷൻ അനാലിസിസ് പഠിക്കുന്നുണ്ട്, ഡിസിഷൻ ട്രീ ഉണ്ട്, ടൈം സീരീസ് അനാലിസിസ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് റിഗ്രഷൻ അനാലിസിസ്? ഈ റിഗ്രഷനും കോറിലേഷനും ഒക്കെ നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കേണ്ട. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രെഡിക്ഷനിൽ സ്റ്റാറ്റിസ്റ്റിക്സും മോഡലിങ്ങും, സ്റ്റാറ്റിസ്റ്റിക് മോഡലിങ്ങും ഡാറ്റ മൈനിങ്ങും മെഷീൻ ലേണിങ്ങും ഒക്കെ കമ്പൈൻ ചെയ്യണം പാസ്റ്റ് ഡാറ്റയായിട്ട്. അപ്പോഴാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭാവിയിൽ എങ്ങനെ പോവും ഈ ട്രെൻഡ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എക്സാമിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇവിടെ നമ്മൾ എന്താ എടുക്കുന്നത്? രണ്ട് തരത്തിലുള്ള വേരിയബിൾസ് എടുക്കും. അതായത് ഏതെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് ഒന്നിനെ ആശ്രയിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ് കൂടിയപ്പോൾ പ്രോഫിറ്റ് കൂടി. അപ്പോൾ ആ പ്രോഫിറ്റ് എന്നുള്ളത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തു? സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ രണ്ട് വേരിയബിൾ, ഒന്ന് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പം എന്താണ്? സെയിൽസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ആ സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആര് നിൽക്കുന്നത്? പ്രോഫിറ്റ് നിൽക്കുന്നത്. അങ്ങനെയുള്ള വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കാനും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ എങ്ങനെ പോകുന്ന ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ലീനിയർ റിഗ്രഷൻ ഉണ്ട്, ലോജിസ്റ്റിക് റിഗ്രഷൻ ഉണ്ട്, പോളിനോമിയൽ റിഗ്രഷൻ ഉണ്ട്. ഇതൊക്കെയാണ് റിഗ്രഷൻ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. ഈ പ്രഡിക്റ്റീവിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് കേട്ടോ. രണ്ടാമത്തെ ഡിസിഷൻ ട്രീ ആണ്. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിലൂടെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നടത്തുകയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രോബബിലിറ്റീസ് ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ഡിസിഷൻ ട്രീസ് മെയിനായിട്ട് പോസിബിൾ ഔട്ട്കംസ് ഓഫ് ഡിഫറെൻറ്റ് ചോയ്സസ്. നമ്മൾ ഏതെങ്കിലും ഒരു ചോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്കംസ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡിസിഷൻ ട്രീ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെയാണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറയുന്നത്. ടൈം സീരീസ് അനാലിസിസിൽ ഇതിൽ ഡാറ്റ നമ്മൾ പോയിന്റ് ചെയ്യുന്നത് നമ്മൾ കളക്ട് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ഇൻ്റർവെല്ലിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. കോമൺ ആയിട്ട് ഈ ഒരു ടൈം സീരീസ് നോക്കുന്നത് സ്റ്റോക്ക് പ്രൈസ്, സെയിൽസ് ട്രെൻഡ്, അതർ ടൈം ബേസ്ഡ് ആയിട്ടുള്ള മെട്രിക്സുകളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ടൈം സീരീസ് നോക്കുന്നത്. പിന്നെ വരുന്നത് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു മെഷീൻ ലേണിംഗ് മെത്തേഡാണ് കേട്ടോ. അതായത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഹ്യൂമൻ ബ്രെയിൻസ് ഇൻ്റർ കണക്റ്റഡ് ന്യൂറോൺസ് ടു ഡിറ്റക്ട് പാറ്റേൺസ് ഇൻ ഡാറ്റ. ഒരു ഡാറ്റയിൽ എന്താണ് പാറ്റേൺ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ട്, നമ്മുടെ ബ്രെയിനിൽ നാഡീ ഞരമ്പുകൾ ന്യൂറോൺസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് ഓഫൺ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള പ്രൊഡക്റ്റീവ് മോഡൽസിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, സച്ച് ആസ് ഇമേജ് ഓർ സ്പീച്ച് റെക്കഗ്നീഷനൊക്കെ.
നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യുക, ഇമേജ് റെക്കഗ്നൈസ് ചെയ്യുക, അതൊക്കെയാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ റാൻഡം ഫോറസ്റ്റുകളുണ്ട്. അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റിഗ്രഷൻ ടാസ്കിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇതും ഒരു ലേണിംഗ് ടെക്നിക്ക് തന്നെയാണ്. മൾട്ടിപ്പിൾ ഡിസിഷൻ ട്രീസ് ആണ്, കമ്പൈൻ ദെയർ ഔട്ട്പുട്ട്സ്. നമ്മൾ നേരത്തെ ഡിസിഷൻ ട്രീ പറഞ്ഞു, അത് ഒരൊറ്റ ഡിസിഷൻ ട്രീയും അതിലുള്ള പോസിബിൾ ഔട്ട്കംസും ആണ് റാൻഡം ഫോറസ്റ്റിൽ. ഫോറസ്റ്റ് പറഞ്ഞാൽ കുറേ മരങ്ങളുള്ള കാട്. അപ്പോൾ അതേപോലെ ഇവിടെ ഒന്നിലധികം ഡിസിഷൻ ട്രീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടുകളൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പിന്നെ കെ നിയറസ്റ്റ് നെയ്ബേഴ്സ്, KNN എന്ന് പറയുന്നുണ്ട്. ഇതൊരു നോൺ പാരാമെട്രിക് മെത്തേഡാണ്. ഇതും നമ്മുടെ റിഗ്രഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ തന്നെയാണ് കേട്ടോ. ഇത് വാല്യൂ ടു ന്യൂ ഡാറ്റ പോയിന്റ് ബേസ്ഡ് ഓൺ ദ കെ ക്ലോസസ്റ്റ് പോയിന്റ് ഇൻ ദ ഡാറ്റ സെറ്റ്. നമ്മൾ ഡാറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റ് കണ്ടുപിടിക്കുക, ഹെൽപ്പിംഗ് ദ പ്രിഡിക്ഷൻ ബേസ്ഡ് ഓൺ സിമിലാരിറ്റി. അതിൻ്റെ ബേസിസിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സപ്പോർട്ട് വെക്റ്റർ മെഷീൻ ഉണ്ട്, SVM എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്കിലും ഓപ്റ്റിമൽ ബൗണ്ടറി ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഇൻ ദ ഡാറ്റ. തന്ന ഡാറ്റയിൽ പല തരത്തിലുള്ള ക്ലാസ്സസ് തമ്മിൽ മാക്സിമം വരാവുന്ന ബൗണ്ടറി എന്താണെന്ന് കണ്ടുപിടിക്കുക. കോമൺലി ഇത് യൂസ് ചെയ്യുന്നതൊക്കെ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിലും ഇമേജ് റെക്കഗ്നീഷനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു 7 കീ ടെക്നിക്ക് ഉണ്ട് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സിൽ. ഇനി എങ്ങനെയാണ് ഈ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സ്റ്റെപ്പായി പറയുന്നുണ്ട് കേട്ടോ. 7 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ കൃത്യമായി എനിക്ക് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ഫോർകാസ്റ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാം. കാരണം അതൊരു കസ്റ്റമർ ചേൺ, സെയിൽസ്, അവരുടെ പ്രിഫറൻസോ നമ്മുടെ സെയിൽസോ അല്ലെങ്കിൽ റിസ്ക് എത്ര ഉണ്ട്, ഇതൊക്കെ വരാൻ പോകുന്ന ഒരു കാര്യത്തിനെ അതിലെന്താണ് നമുക്ക് അറിയേണ്ടതെന്നുള്ള ക്ലിയർ ആയിട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. അതിന് ശേഷമാണ് അതിന് വേണ്ടതായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കളക്ട് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ തന്നെയാണ്. കാരണം അതിൻ്റെ ബേസിലാണല്ലോ കിട്ടുക. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും റെലവൻസും ഒക്കെ നോക്കുക. നമ്മുടെ ഈ ഒരു പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് നടത്താൻ വേണ്ടതായ ഡാറ്റ ഉണ്ടോ, ആ ഡാറ്റയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ, അത് റെലവൻ്റ് ആണോ, അത് ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റേനെ പ്രിപ്പയർ ചെയ്യുക, അതിനെ ക്ലീൻ ചെയ്യുക. കാരണം ക്ലീൻ ചെയ്യാൻ പറയാൻ വൃത്തിയാക്കലാം. കുറേ ചെറപറ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതിൽ ഏറ്റവും വേണ്ടതിനെ മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ തെറ്റായ കുറേ എണ്ണത്തിലേക്ക് ഇനാക്യുറേറ്റ് ആയിട്ടൊക്കെ റിമൂവ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചിലപ്പോൾ 1 തന്നെ 2 തവണ എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ ഔട്ട്ലയേഴ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ കൃത്യമായി ആക്കി നോർമലൈസ് ചെയ്യുക ഡാറ്റേനെ. എന്നാലാണ് ഒരു കൺസിസ്റ്റൻസി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് 4-മത്തേൽ ഫീച്ചർ സെലക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ്. ഫീച്ചർ സെലക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ എന്താണ്, കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് എന്താണ്, നമ്മളുടെ റിസൾട്ട് എന്ത് വേണം, അതായത് ഔട്ട്കം എന്ത് വേണം, അതിനെ കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയബിൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. ദിസ് സ്റ്റെപ്പ് ഓഫൺ ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ട്രെൻഡ്. കൃത്യമായിട്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവ തമ്മിലെ റിലേഷൻഷിപ്പ് നോക്കുക, അതിൻ്റെ മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് പ്രെഡിക്റ്റീവ് പവർ. മോഡൽ സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു മോഡൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിഗ്രഷനോ ന്യൂറൽ നെറ്റ്വർക്കോ എന്താണ് ആ ടെക്നിക്ക് വെച്ച് അത് യൂസ് ചെയ്യുക. ആ നമ്മുടെ ടോപ്പിക്കിൻ്റെ ഒബ്ജക്റ്റീവ് ഡാറ്റ ടൈപ്പ് നോക്കിയിട്ടാണ് ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് വാലിഡേഷൻ. ഇനി ആ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം മോഡൽ പെർഫോമിംഗ് യൂസിങ് ടെസ്റ്റ് ഡാറ്റ. കൃത്യമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യുക, ആക്യുറേറ്റ് ആണോ, പ്രിസിഷൻ ചെയ്യാൻ പറ്റും, റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, F1 സ്കോർ, സം മെട്രിക്സ് യൂസ് ടു ആക്സസ് മോഡൽ പെർഫോമൻസ്. ഇതിൻ്റെയൊക്കെ മോഡലിൽ നമ്മൾ യൂസ് ചെയ്യണം, കറക്റ്റായിട്ട് ഇതിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്താൻ പറ്റുന്ന നോക്കണം. 7-മത്തേൽ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് ആണ്. ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് മോണിറ്ററിംഗ് പറഞ്ഞാൽ ഇംപ്ലിമെൻറ്റ് ദ മോഡൽ ഇൻ റിയൽ വേൾഡ് സെറ്റിംഗ്. നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു, ഇനി അതിന് ശരിക്കുള്ള ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, അതിൻ്റെ മോണിറ്റർ, എന്നിട്ട് അത് പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. പിന്നെ പ്രഡിക്റ്റീവ് മോഡൽസ് മേ റിക്വയർ കാലിബ്രേഷൻ ഓവർ ടൈം ടു മെയിൻറ്റെയിൻ ആക്യുറസി. ചിലപ്പോൾ എന്താ വെച്ചാൽ സമയത്തിനനുസരിച്ച് കുറേ മാറ്റങ്ങളൊക്കെ വരണം, കാരണം അവർ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് നമ്മൾ ചെയ്യുന്ന 7 സ്റ്റെപ്പുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഒരു പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അവിടെ 5 ബെനിഫിറ്റുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഡിസിഷൻ മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇൻഫോംഡ് ആണ്.
ഫ്യൂച്ചർ ഔട്ട്കം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊരു ഏകദേശ പ്രഡിക്ഷൻ അവിടെ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ബിസിനസ് എന്ത് ചെയ്യാം, കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കാം, റിസ്ക് കുറയ്ക്കാം, പുവർ ഔട്ട്കംസിനെ കുറയ്ക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേൽ പറയുന്നത് പ്രോ ആക്റ്റീവ് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. കൃത്യമായിട്ട് നമുക്ക് മുൻകൂട്ടി തന്നെ റിസ്കുകൾ എന്താണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും ലോൺ ഡിഫോൾട്ട് വരിക, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ഫെയിലിയേഴ്സ് വരിക, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കുക. അങ്ങനെ മുൻകൂട്ടി തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പറ്റും. ആൻഡ് പേഴ്സണലൈസ്ഡ് കസ്റ്റമർ എക്സ്പീരിയൻസ് ആണ്. പേഴ്സണലൈസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ പ്രിഫറൻസ് പ്രിഡിക്റ്റ് ചെയ്യാം, അവരുടെ ബിഹേവിയർ. ബിസിനസ് ക്യാൻ ഡെലിവർ ഹൈലി പേഴ്സണലൈസ്ഡ്. അപ്പോൾ ഓരോ വ്യക്തികളെയും അറിഞ്ഞ് അവർക്ക് വേണ്ടതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാം. അതുവഴി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ലോയൽറ്റിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓപ്പറേഷണൽ എഫിഷ്യൻസി, പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് ക്യാൻ ഓപ്റ്റിമൈസ് ഇൻവെൻട്രി ലെവൽസ് എങ്ങനെ വേണം, എത്രത്തോളം ഇൻവെൻട്രിയിലാണ് നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ പറ്റുക, അതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഡൗൺ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്ട്രീം ലൈൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണുള്ളത്, കോസ്റ്റ് സേവിങ്സിന് ലീഡ് ചെയ്യുന്നതും എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. റവന്യൂ ഗ്രോത്ത്, ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആവാൻ വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടാർഗറ്റഡ് മാർക്കറ്റിംഗ്, ആക്യുറേറ്റ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ബെറ്റർ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ്, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവയിലൂടെ നമുക്ക് റവന്യൂ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി റിയൽ വേൾഡിൽ നമുക്ക് എവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്ക്രിപ്റ്റീവിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് റീറ്റെയിലും ഇ കൊമേഴ്സിലൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിമാൻഡ് എങ്ങനെ വരുമെന്ന് അറിയാം, ഡൈനാമിക് പ്രൈസിങ് ചെയ്യാൻ പറ്റും, പേഴ്സണലൈസ്ഡ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇ കൊമേഴ്സ് കമ്പനീസ് ഒരുപാടുണ്ട്. അവരെങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഇത് നോക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും അതിൽ വരും. എല്ലാ മാനുഫാക്ചേഴ്സിൻ്റെയും അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് തുടരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവും നമുക്ക് എന്തോ ഈ ഒരു ഐറ്റം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററീനെ ബേസ് ചെയ്ത് ആ ഫ്യൂച്ചർ അവർ പർച്ചേസ് ചെയ്യും എന്നുള്ളൊരു പ്രൊഡിക്ഷൻ അവിടെ നടത്തുക. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകളായിരിക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കിട്ടുന്നുണ്ടാവുക. ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പേഷ്യൻറ്റിൻ്റെ ഔട്ട്കംസ് എങ്ങനെ വരും, അതായത് ഈ ഒരു എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള മരുന്നുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ വരുമ്പം എങ്ങനെയാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് റിസ്ക് ഉണ്ടാവുന്നത് ക്രോണിക് ഡിസീസിനൊക്കെ, ആൻഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാനുകൾ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഫിനാൻസിങ്ങിൽ ആവശ്യം വരും, റിസ്ക്, ലോൺ ഡിഫോൾട്ടുകൾ, അതുപോലെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ക്രെഡിറ്റ് ക്രിയേറ്റിംഗ്, സ്കോറിംഗ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മാനുഫാക്ചറിങ്ങിൽ യൂസ് ചെയ്യാം. ഹിസ്റ്റോറിക്കൽ സെൻസർ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്യുപ്മെൻറ്റ് ഫെയിലിയർ ഒക്കെ വരുമോ എന്നുള്ളതൊക്കെ നമുക്കത് മുൻകൂട്ടി അറിയാൻ വെച്ചാൽ ആ സമയമൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിലാണ്. കാരണം കസ്റ്റമർ ചോണും അതേപോലെ റെക്കമെൻഡ് പ്രോഡക്ട്സും ടാർഗറ്റ് സ്പെസിഫിക് ഓഡിയൻസ് സെഗ്മെൻറ്റുകളൊക്കെ നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇവിടെ ഒരു ശാഖ കൂടി അധികമാണ് ഹ്യൂമൻ റിസോഴ്സ്. ബാക്കിയെല്ലാം നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൽ പറഞ്ഞതായിരുന്നു. ഹ്യൂമൻ റിസോഴ്സിൽ എന്ന് പറയുമ്പം ഈ ഒരു പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ എംപ്ലോയീസ് ആരൊക്കെ വേണമെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. റിസ്ക് ഓഫ് ലീവിങ്, കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആ എംപ്ലോയി അവിടെ നിൽക്കുന്നുള്ളത് അല്ലേ. അവർ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പോകും, അപ്പോൾ അവർ വിട്ടു പോകാനുള്ള സാധ്യത ഉണ്ടോ, അതുപോലെ നമ്മൾ ട്രെയിനിങ് കൊടുത്തതിൽ അവർക്ക് സക്സസ് ആയിട്ടുണ്ടോ. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ്സിനും പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യാനും അവരുടെ പ്രൊഫൈലിനനുസരിച്ച് ജോബ് റിക്വയർമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു വിഭാഗത്തിലും കൂടി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രഡിക്റ്റീവ് അനലിറ്റിക്സിന് യൂസ് ചെയ്യുന്ന ടൂളുകൾ ഏതൊക്കെയാണ്. അതിൽ നമ്മൾ പൈത്തണും ആറും ഓൾറെഡി ഡിസ്ക്രിപ്റ്റീവിൽ പറഞ്ഞാണ്. ബാക്കി ഇതെല്ലാം പുതിയതാണ് കേട്ടോ. ഇതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ അതിൻ്റെ പേരുകളാണ് SAS, അഡ്വാൻസ്ഡ് അനലിറ്റിക്സ്, SPSS, റാപ്പിഡ് മൈനർ, H2O, AI. അപ്പോൾ ഇതൊക്കെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി പ്രഡിക്റ്റീവ് അനലിറ്റിക്സിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ്. ഒന്ന്, ഡാറ്റ ക്വാളിറ്റി ഉണ്ടാവുക, കോംപ്ലക്സിറ്റി ആൻഡ് അൽഗോരിതംസ്, മോഡൽ ഇൻ്റർപ്രിറ്റബിലിറ്റി, ചേഞ്ചിങ് കണ്ടീഷൻസ്, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ്. ഡാറ്റ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രഡിക്റ്റീവ് മോഡൽസ് എപ്പോഴും നമ്മൾ ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, പാസ്റ്റ് ഡാറ്റയാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് തെറ്റാണെങ്കിൽ നമ്മുടെ പ്രഡിക്ഷനും തെറ്റും അല്ലേ. അപ്പോൾ ഡാറ്റയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. കോംപ്ലക്സിറ്റി ഓഫ് അൽഗോരിതംസ്, ഒരുപാട് പ്രഡിക്റ്റീവ് അനലിറ്റിക് അൽഗോരിതംസിൽ അതായത് ന്യൂറൽ നെറ്റ്വർക്കുകളൊക്കെ വരുമ്പോൾ കോംപ്ലക്സ് ആൻഡ് റിക്വയർ എക്സ്പെർട്ടൈസ് ടു ഇംപ്ലിമെൻറ്റ് ഇഫക്റ്റീവ്ലി. കാര്യങ്ങൾ അറിഞ്ഞാൽ പോരാ, അതിനെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനുള്ള ലെവലിലുള്ള കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കോംപ്ലക്സിറ്റി എത്രത്തോളം ഉണ്ടോ, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക.
പിന്നെ മോഡൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളത്. ചില അഡ്വാൻസ്ഡ് മോഡൽസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്സുകൾ അതൊക്കെ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ ഡിഫിക്കൾട്ടാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ട ആളുകൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ചേഞ്ചിങ് കണ്ടീഷൻസ്. പ്രഡിക്റ്റീവ് മോഡൽസ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏതിൻ്റെ ബേസിലാണ്? ഹിസ്റ്റോറിക്കൽ ഡാറ്റേനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റ പാറ്റേൺസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ മാറ്റം എവിടെയും വരും, നമ്മുടെ റിസൾട്ടിലും വരും. അപ്പോൾ ആ മോഡൽ മേ ലോസ് ആക്യുറസി. ആ മോഡലിലാണ് പിന്നീട് ചേഞ്ച് വരുന്നതെങ്കിലോ നമ്മൾ അത് വെച്ചിട്ടാണ് പ്രഡിക്ഷൻ നടത്തുന്നത് അല്ലേ? അപ്പോൾ അതിലൊക്കെ ഒരു ചേഞ്ച് വരാനും നമ്മൾ അതുവഴി ആക്യുറസി ഒക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യത, റെഗുലർ അപ്ഡേറ്റ്സ് ഒക്കെ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും സെൻസിറ്റീവ് ഡാറ്റ ആയിരിക്കും. അതായത് കസ്റ്റമറുടെ ഇൻഫർമേഷൻസ്, അവരുടെ ഫിനാൻഷ്യൽ റെക്കോർഡുകൾ, അവരുടെ റേസിംഗ് കൺസേൺസ് അബൌട്ട് ഡാറ്റ പ്രൈവസി ആൻഡ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻ ലൈക്ക് GDPR. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പ്രൈവസി ഇപ്പോഴും ആവശ്യമുള്ളതായിരിക്കും. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് വെച്ചാൽ അത് പ്രഡിക്റ്റീവ് അനലിറ്റിക്സിൻ്റെ വലിയൊരു ചലഞ്ചായിട്ട് പറയാം. ഇനി നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായത് ഡിസ്ക്രിപ്റ്റീവിനെ ബാക്കിയുള്ള അനലിറ്റിക്സുമായിട്ട്, അതായത് പ്രഡിക്റ്റീവും പിന്നെ പ്രിസ്ക്രിപ്റ്റീവും ഡയഗ്നോസ്റ്റിക്കുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പ്രഡിക്റ്റീവിനെയും മറ്റുള്ള ഡാറ്റ അനലിറ്റിക്സുമായിട്ട്, അതായത് ഡിസ്ക്രിപ്റ്റീവായിട്ട് അനലൈസ് ചെയ്യാൻ. ഡിസ്ക്രിപ്റ്റീവിൽ എന്താ വെച്ചാൽ വാട്ട് ഹാപ്പൻഡ്, എന്ത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഫോർകാസ്റ്റ് ആണ്, ഫ്യൂച്ചർ ഔട്ട്കംസ് ആണ്. പാസ്റ്റിനെ ബേസ് ചെയ്ത് ഫ്യൂച്ചർ ഔട്ട്കം ആണ് നമ്മൾ കാണുന്നത്. പിന്നെ പ്രിസ്ക്രിപ്റ്റീവിലേക്ക് വരുമ്പോൾ പ്രഡിക്റ്റീവ് അനലിറ്റിക്സിൽ എപ്പോഴും പോസിബിൾ ഫ്യൂച്ചർ ഔട്ട്കംസ് ആണ് നോക്കുന്നത്. പക്ഷെ പ്രിസ്ക്രിപ്റ്റീവ് എന്താ, അത് ആ ഔട്ട്കമ്മിനെ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള വേണ്ട റെക്കമെൻഡേഷനും ആക്ഷനും ഒക്കെയാണ് ഇവിടെ കൊടുക്കുന്നുണ്ടാവുക. ഡയഗ്നോസ്റ്റിക്കിലോ പ്രഡിക്റ്റീവ് അനലിറ്റിക്സിൽ എപ്പോഴും വാട്ട് ഈസ് ലൈക്ലി ടു ബി ഹാപ്പൺ, എന്തായിരിക്കും ഭാവിയിൽ സംഭവിക്കാൻ പോകുക എന്നാണ്. പക്ഷെ ഡയഗ്നോസ്റ്റിക്കിൽ എന്താ പറയുന്നത്, വൈ ഡിഡ് സംതിങ് ഹാപ്പൺ, എന്തുകൊണ്ട് അതൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു കോസൽ റിലേഷൻഷിപ്പിനെ അൺകവർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ പ്രഡിക്റ്റീവ് അനലിറ്റിക് മോഡൽസ് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കിവിടെ വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പ്രഡിക്റ്റീവ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3 മോഡൽസും കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ മെഷേഴ്സ്, ടെക്നിക്കുകൾ, അതിൻ്റെ സ്റ്റെപ്സ്, അതിൻ്റെ ബെനിഫിറ്റ്, ചാലഞ്ചസ്, ഇതൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നെടുത്ത ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്